തൃശ്ശൂർ വടക്കാഞ്ചേരിയിൽ നാരങ്ങ നീരിനെ ചൊല്ലി ഹോട്ടലുടമയെ തല്ലിയ കേസിൽ ആ കേസിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് വടക്കാഞ്ചേരി പോലീസ്. ആക്രമണം നടത്തിയ 7 പേരിൽ ഒരാൾ ഇന്നലെ പിടിയിലായിരുന്നു. ചില്ലി ചിക്കനൊപ്പം കൊടുത്ത നാരങ്ങയിൽ നീരില്ല എന്ന് പറഞ്ഞായിരുന്നു 2 യുവാക്കൾ പ്രശ്നം തുടങ്ങിയത്. തർക്കം രൂക്ഷമായതോടെ യുവാക്കൾ ആളെ കൂട്ടിയെത്തി ആക്രമണം നടത്തുകയായിരുന്നു. മർദ്ദനത്തിൽ ഹോട്ടലുടമ മുജീബിന്റെ 3 പല്ലുകൾ നഷ്ടമായി. ഒരു നാരങ്ങയിൽ നീരില്ലാത്തതിന് 3 പല്ലോ? മുജീബ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ, എമ്മാതിരി ഇടിയാണ് ഇടിച്ചത്. ഇടിച്ച ആ ഹോട്ടലിന് വേണം നീരെടുത്തല്ലോ. നാരങ്ങ നീരില്ല എന്ന് പറഞ്ഞിട്ട് എന്താ സംഭവിച്ചത് ജെയ്സൺ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നാരങ്ങ നീരിൽ നീരില്ലെങ്കിൽ ഈ നാട്ടിൽ മുഴുവൻ അക്രമം നടക്കേണ്ട സമയമാണ്. ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് നാരങ്ങയിൽ നീര് കുറയും കൂടും. ഇതൊക്കെ അറിയാത്തവരാണോ ഇത്തരം സംഭവങ്ങളിലേക്ക് പോകുന്നതെന്ന് നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായി. ഇന്നലെ വൈകിട്ടായിരുന്നു ഹോട്ടലിൽ ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തു. അതിൽ കൊടുത്ത നാരങ്ങയ്ക്ക് നീരില്ല എന്ന് പറഞ്ഞ ഉടമയെ മർദ്ദിക്കുന്നു. അതിനുശേഷം കലാപരീതി, വളരെ മോശമായ അന്തരീക്ഷം, അക്രമാന്തരീക്ഷം ഉണ്ടാക്കുന്നു. ആദ്യം തർക്കമൊക്കെ ഉണ്ടാക്കി ഇവർ പോയി. പിന്നീട് ക്രിക്കറ്റ് ബാറ്റും മറ്റുമൊക്കെ ആയിട്ടാണ് മർദ്ദനത്തിന് വന്നത്. 7ഓളം പേർ ചേർന്നാണ് അതിക്രൂരമായ മർദ്ദനം നടത്തിയത്. ഇയാളെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ഒരാളെ പിടികൂടിയിട്ടുണ്ട്. അതോടൊപ്പം ആരാണ് മർദ്ദിച്ചതെന്ന കാര്യമൊക്കെ വളരെ വ്യക്തമാണ്. നാട്ടുകാർ തന്നെയാണ് ഇതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിലർ ഒളിവിലുണ്ട്. ചിലരെ പോലീസ് ഇപ്പോൾ കണ്ടെത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും അപകടകരമായ ഒരു അവസ്ഥ എന്ന് പറയേണ്ടി വരും. പൊട്ടിയ പപ്പടം കിട്ടിയെന്ന് പറഞ്ഞ് തല്ലുണ്ടാക്കുന്നത് പോലെ ചെറുനാരങ്ങയിൽ നീരില്ലെങ്കിൽ ഈ കച്ചവടക്കാരൻ എന്തു പിഴച്ചു എന്നതാണ് ചോദ്യം. പക്ഷേ അതൊന്നും കഴിക്കാൻ വരുന്നവരുടെ ബാധകമാകുന്നില്ല. അവർ വന്ന മാനസികാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും അതിക്രൂരമായ മർദ്ദനമായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ പുറത്തു വന്നത്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് അരുൺകുമാർ. മാത്രമല്ല, ഈ ചില്ലി ചിക്കനകത്ത് ശരിയാണ്, ചില കടകളിലൊക്കെ സവാള ഇടും, ചില കടകളിൽ സവാളയ്ക്കൊപ്പം നാരങ്ങ കൊടുക്കും. അത് കോംപ്ലിമെന്ററി അല്ലേ ഈ നാരങ്ങ? ചില്ലി ചിക്കൻ കഴിക്കാൻ വന്നാൽ ചിക്കൻ കഴിച്ചിട്ട് പോകണം അല്ലേ? അതെ, തീർച്ചയായും അതുതന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ ചില്ലി ചിക്കൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ ചില കടകളിൽ ചെറുനാരങ്ങ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ കൊടുക്കുന്ന ചെറുനാരങ്ങ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് ആ നാരങ്ങയുടെ നീര് കുറയും. അത് ഈ കാലാവസ്ഥയുടെ പ്രശ്നമാണ്, അല്ലാതെ ചെറുനാരങ്ങയുടെ പ്രശ്നമല്ല, ഈ കൊടുക്കുന്നവരുടെയും പ്രശ്നമല്ല. ചില സമയത്ത് നമ്മൾ കണ്ടിട്ടില്ല, വലിയ ചെറുനാരങ്ങയായിരിക്കും, അതിൽ നന്നായിട്ട് ജ്യൂസി ആയിരിക്കും, പക്ഷേ ചിലത് ഡ്രൈ ആയിരിക്കും. ഇതിനൊക്കെ ഇങ്ങനെ തല്ലുകൂടാൻ തുടങ്ങിയാൽ നാട്ടിൽ നിരന്തരമായ അക്രമങ്ങൾ തുടരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ക്രൂരമായ മർദ്ദനമായി പോയി. ചെറുനാരങ്ങയ്ക്ക് 3 പല്ലെന്ന കണക്കിലാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലുണ്ട്. പോലീസ് മറ്റുള്ളവരെ തിരയുന്നുണ്ട്. ഇതിന് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. സ്വാഭാവികമായും ഒരു ചെറുനാരങ്ങയുടെ മാത്രം അതിൽ എത്രമാത്രം മർദ്ദനം പരസ്പരം നടന്നിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത് പ്രകാരം കടക്കാരനായ മുജീബിന് നല്ല മർദ്ദനം കിട്ടിയിട്ടുണ്ട്. 3 പല്ലും പോയിട്ടുണ്ടായിരുന്നു. പാവപ്പെട്ട കടക്കാരൻ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നാരങ്ങയിൽ നീരില്ലെന്ന് പറഞ്ഞിട്ട് കടയുടമയുടെ നീരെടുത്തു. ഈ വന്നിരിക്കുന്ന ചങ്ങാതികൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചില്ലി ചിക്കനോടൊപ്പം നാരങ്ങ കൊടുക്കാൻ തോന്നിയത് ആ കടക്കാരൻ്റെ ഒരു ഔദാര്യം. അത് വാങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോവുക എന്നതിനപ്പുറത്തേക്ക് ഈ നാരങ്ങയിൽ നീരില്ല എന്ന് പറഞ്ഞിട്ട് ആ കടക്കാരൻ്റെ നീരെടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു?